ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു ആനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആനിമേഷൻ വീഡിയോ എന്ന് വെച്ചപ്പോൾ നമ്മൾ കാണുന്ന ചെറിയൊരു ഇമേജിനെ നമ്മളത് എങ്ങനെ മൂവ് ചെയ്യിക്കുക, അങ്ങനെ അതുപോലത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ഇരിക്കുന്ന ഓരോ ഇമേജ് എങ്ങനെയാണോ ആ ഇമേജ് അനുസരിച്ചായിരിക്കും നമ്മളിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും അശ്വാസ് ടിപ്സ് ആൻഡ് ടിക്സിൻ്റെ ഒരു പുതിയ യൂട്യൂബ് വീഡിയോയുടെ സഹായം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇതാണ് ആപ്ലിക്കേഷൻ പിക്സ് ആൻഡ് ലൂപ്പ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. പിക്സ് ആൻഡ് ലൂപ്പ് എന്ന് വെച്ചാൽ പിക്സ് ആൻഡ് ലൂപ്പ് അപ്പോൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യേണ്ടത് അവർ ഡെമോ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ അതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുവാണ്. അതിനുശേഷം നമ്മൾക്കിപ്പോൾ ഒരു ന്യൂ പ്രോജക്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇമേജ് ആനിമേഷൻ ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന ഇമേജ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യം മനസ്സിലാൻ വേണ്ടിയാണ് ഇതുപോലൊരു ഇമേജ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇഷ്ടമുള്ള ഇമേജ് എടുക്കാം. പല പല സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാം. അപ്പോൾ താഴെ ആനിമേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആണെങ്കിൽ ആനിമേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാത്ത് ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ വലുതായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ട് കണ്ടോ മുഴുവനായിട്ട് ശരിക്കും മൂവ് ചെയ്യുന്നിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ ആങ്കർ എന്ന് ഒരു സാധനമുണ്ട്, അത് കൊടുക്കുമ്പോൾ കണ്ടോ ആ കൊടുക്കുന്ന പോർഷൻ സ്റ്റോപ്പ് ആവും. പക്ഷേ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പോർഷൻ വഴി ബാക്കി എല്ലാ പോർഷനും. അപ്പോൾ നമുക്ക് ഇത്രയും വലുതായിട്ട് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ നമ്മൾ ഈ ആങ്കർ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇതാവും ഫ്രീസായി പോകുന്നു, ഫ്രീസായി നിൽക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഫ്രീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ കണ്ടോ ഒരു ചെറിയ കളർ കാണുന്നുണ്ടായിരിക്കും. അവിടെ നിൽക്കുകയാണെങ്കിൽ ആ പോർഷൻ അനങ്ങത്തില്ല, ബാക്കിയുള്ള പോർഷൻ അനങ്ങത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സെറ്റിംഗ് കൂടെ ചെയ്യാനാണെങ്കിൽ അപ്പോൾ ഇത് ആർക്കും ചെയ്യാനുള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ചെറിയ കാര്യമാണ്. കണ്ടോ മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിൽ മൂവ് ചെയ്യിക്കാം. കണ്ടോ പക്ഷെ നമ്മുടെ ഓരോ ഭംഗി അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യിക്കാൻ നോക്കുക. സ്പീഡ് കൂട്ടാം. ഫ്രീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഏത് ഭാഗമാണോ അതിനകത്ത് ഇരിക്കേണ്ട ആനിമേറ്റ് നടക്കാതിരിക്കേണ്ട ഭാഗം ഫ്രീസ് ചെയ്യുക. ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ബാക്ക് അടിക്കുക. ശേഷം സ്കൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ആകാശം ഇഷ്ടമുള്ള തരത്തിൽ വെക്കാം. കണ്ടോ ആകാശം നിങ്ങൾക്ക് വെക്കാം. ആകാശം കണ്ടോ മാറി മൂവ് ചെയ്യുന്നുണ്ട്, ആകാശം വന്നു. കണ്ടോ വളരെ എളുപ്പം ചെറിയ കാര്യം തന്നെ നമ്മൾ കണ്ടോ ആനിമേഷൻ ആയപ്പോൾ ഇതുപോലെ ഇത്രയും ചേഞ്ചസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇങ്ങേറ്റത് ഒരു എക്സ്പോർട്ടിൻ്റെ ഒരു ഐക്കൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡ്യൂറേഷൻ എത്ര മിനിറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്ര സെക്കൻഡാണ് വേണ്ടത്, ഇത് അതുപോലെ ഉണ്ടാക്കുക. നമ്മൾ ഗിഫ് ഇമേജൊക്കെയാണ് ചെറിയ 6 സെക്കൻഡ്, 30 സെക്കൻഡാണ് 30 സെക്കൻഡ്. അതിനുശേഷം ക്വാളിറ്റി എങ്ങനെ വേണോ അതനുസരിച്ച് കൊടുക്കുക, എക്സ്പോർട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലോ, സ്നാപ്ചാറ്റ്, ട്വിറ്റർ ഇങ്ങോട്ടുള്ള സ്ഥലത്ത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സൈസ് എങ്ങനെയാണോ അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ശരിയാക്കാന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ തയ്യാറാക്കി. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെടും തോന്നുന്നു. പക്ഷേ ചെറിയായിട്ട് ഉപകാരപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും കമൻറ്റ് അറിയിക്കുന്നതാണ്. നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് വീണ്ടും നല്ല ഐഡിയാസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ആർക്കും ഉപയോഗിക്കാനേ ഉള്ളൂ. നിങ്ങൾ ഓണാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് ഒരു ഇമേജ് അവർ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വീഡിയോ കണ്ടത് എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ്.